എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് അനദർ മെഷർ. അനദർ മെഷർ എന്ന് പറഞ്ഞാൽ മറ്റൊരു അളവ് അല്ലേ. നാം കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് രണ്ട് അളവുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണിത്? സൈനും കോസും അല്ലേ. സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മട്ടത്രികോണം എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കർണവും അല്ലേ, അതായത് ഹൈപ്പോട്ടിനസും ഓപ്പോസിറ്റ് സൈഡും അല്ലേ, ഇവ തമ്മിലുള്ള ബന്ധത്തെയാണ് നാം സൈൻ എന്ന് പറയുക. അതായത് ഓപ്പോസിറ്റ് സൈഡ് കർണത്തിന്റെ ഹൈപ്പോട്ടിനസിന്റെ എത്ര ഭാഗമാണ് അല്ലെ എന്ന് കാണിക്കുന്നതാണ് സൈൻ. അത് നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ സൈൻ എന്ന് പറഞ്ഞാൽ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് അല്ലെ, അതായത് എതിർവശം ബൈ കർണം. ഇതാണ് സൈൻ. നമ്മൾ രണ്ടാമതൊരു അളവ് പഠിച്ചല്ലോ. സൈൻ കഴിഞ്ഞാൽ പിന്നെ കോസ് പഠിച്ചു അല്ലെ. കോസൈൻ, കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതേ രൂപത്തിൽ തന്നെ ഈ അഡ്ജസന്റ് സൈഡ്, അതായത് സമീപവശം ഈ കർണത്തിന്റെ എത്ര ഭാഗമാണ് അല്ലെ എന്ന് കാണിക്കുന്നതാണ് കോസ്. അതായത് കോസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് ഈ സൈൻ. കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് സൈഡ് സമീപവശം ബൈ കർണം ഹൈപ്പോട്ടിനസ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ. അപ്പൊ ഇന്ന് നമ്മളൊരു മൂന്നാമത്തെ ഒരു അളവും കൂടി പഠിക്കുകയാണ്. അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ, നാം ഇപ്പൊ ഈ ട്രയാങ്കിളിൽ, ഈ മട്ടത്രികോണത്തിൽ ഈ ഹൈപ്പോട്ടിനസും ഓപ്പോസിറ്റ് സൈഡും തമ്മിലുള്ള ബന്ധം നമ്മൾ പറഞ്ഞു. പിന്നെ ഹൈപ്പോട്ടിനസും അഡ്ജസന്റ് സൈഡും തമ്മിലുള്ള ബന്ധം പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ബാക്കിയുണ്ടല്ലോ. ഏതാണിത്? ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും അല്ലെ. ഇപ്പൊ നമ്മൾ ഈ 50 ഡിഗ്രി എടുക്കുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണിത്, ഇത് അഡ്ജസന്റ് സൈഡാണ് അല്ലെ. അപ്പൊ ഇവ തമ്മിലുള്ള ബന്ധമാണ് ഇന്ന് നാം പറയാൻ പോകുന്നത്. അപ്പൊ നാം ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ മട്ടത്രികോണത്തിൽ ഇതിലൊരു ചെറിയ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസന്റ് സൈഡിന്റെ എത്ര ഭാഗമാണ്, അല്ലെങ്കിൽ എത്ര മടങ്ങാണ് അല്ലെങ്കിൽ എത്ര ഇരട്ടിയാണ് എന്ന് കാണിക്കുന്നതിനാണ് നാം എന്ത് പറയുക? പുതിയൊരു പദമാണ് ഉപയോഗിക്കുന്നത്, ടാൻജന്റ്. TANGENT, ടാൻജന്റ്. അപ്പൊ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? അതായത് ഓപ്പോസിറ്റ് സൈഡ് അല്ലെ, ഓപ്പോസിറ്റ് സൈഡ് ഈ സമീപവശത്തിന്റെ അഡ്ജസന്റ് സൈഡിന്റെ എത്ര ഭാഗമാണ് എന്ന് കാണിക്കുന്ന സംഖ്യയാണ് നമ്മൾ ടാൻജന്റ് എന്ന് പറയുക. മനസ്സിലായല്ലോ? അപ്പൊ മൂന്നും മറക്കരുത്. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്, കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്, ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ്? അഡ്ജസന്റ് സൈഡ്, അതായത് എതിർവശം ബൈ സമീപവശം. അപ്പൊ ഇതിനെ നമ്മൾ ടാൻജന്റ് എന്ന് പറയെങ്കിലും ടാൻ എന്നാണ് ചുരുക്കി പറയുക. TAN. അപ്പൊ ടാൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പൊ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ അല്ലെ, നമ്മുടെ ഈ ചാപ്റ്ററിന്റെ അവസാന പേജിൽ നാം ടേബിളിൽ നോക്കിയിട്ടാണ് ഇതിന്റെ വാല്യൂകൾ കണ്ടെത്താറ് അല്ലെ. അതിൽ നമുക്ക് ഒരു കോളം കൂടി കാണാം, സൈൻ എന്ന് കാണാം, കോസ് എന്ന് കാണാം, തൊട്ടടുത്ത് കാണാം ടാൻ എന്ന് കാണാം അല്ലെ. അപ്പൊ ടാൻ എന്ന് പറയുന്നത്, അപ്പൊ നിങ്ങൾ ഇത്ര ദിവസം വിചാരിച്ചു എന്താണ് ഈ ടാൻ എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ ടാൻ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. പിന്നെ നമുക്ക് നമ്മുടെ രണ്ട് പഴയ ട്രയാങ്കിളുകൾ നോക്കാം. ഏതൊക്കെയാണ്? 45 അല്ലെ, 30 60 90 അല്ലെ. ഈ രണ്ട് ട്രയാങ്കിൾ നമുക്കറിയാം. ഇതിന്റെ സൈഡ് ഇപ്പോൾ ഇതിന് 1 ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റിൽ 1 ആയിരിക്കും. ഇത് എത്ര ആയിരിക്കും? √2 അല്ലെ. ഇനി 30ക്ക് ഓപ്പോസിറ്റിൽ 1 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് എത്ര ആയിരിക്കും? ഇതിനെ √3 കൊണ്ട് ഗുണിക്കണം അല്ലെ. അപ്പൊ √3. ഇവിടെ എത്രയായിരിക്കും? ഇതിന്റെ ഡബിൾ അല്ലെ. അപ്പൊ 1 ആണെങ്കിൽ ഇവിടെ 2. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിന്റെയും സൈനും കോസും നമുക്കറിയാം അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിന്റെ ടാൻ ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം നോക്കിയാൽ ടാൻ 45 എത്രയായിരിക്കും? ടാൻ 45 ഡിഗ്രിയുടെ ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എതിർവശം ബൈ സമീപവശം അല്ലെ. 1/1, 1/1 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ ടാൻ 45 എത്രയാണ്? 1. ഇനി ടാൻ 30 നോക്കാം നമുക്ക്. ടാൻ 30 ഓപ്പോസിറ്റ് സൈഡ് അല്ലെ, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 1 ബൈ ഇതിന്റെ അഡ്ജസന്റ് സൈഡ് എത്രയാണ്? √3. അപ്പൊ ടാൻ 30 എന്ന് പറഞ്ഞാൽ 1/√3. ഓക്കെ. ഇനി നമുക്ക് എന്താണ്? ടാൻ 60 എത്ര വരും നോക്കിയാൽ? 60യുടെ ഓപ്പോസിറ്റ് അല്ലെ, √3 ബൈ 60യുടെ സമീപവശം അല്ലെ, തൊട്ടടുത്തുള്ള വശം ഏതാണ്? 1. അപ്പൊ √3/1 എന്ന് പറഞ്ഞാൽ √3. അപ്പൊ ഇതാണ് ടാനിന്റെ 3 വാല്യൂകൾ.
ബാക്കിയുള്ള വാല്യൂകൾ നമുക്ക് എന്ത് കിട്ടും? ഇതിപ്പോൾ 30, 45, 60 ആണ് നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ? ബാക്കിയുള്ള വാല്യൂ ഇപ്പോൾ നമുക്ക് tan 35 കിട്ടണം, അല്ലെങ്കിൽ tan 50 കിട്ടണം. നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മുടെ ടേബിളിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ സൈൻ കോസ് ടാൻ അല്ലെ, ഈ 3 വാല്യൂകളും ഈ 30 ഡിഗ്രിയുടെ 45 ഡിഗ്രിയുടെ 60 ഡിഗ്രിയുടെ അതെപ്പോഴും നമ്മൾ ഓർമ്മയിൽ വെക്കണം. അപ്പോൾ അതിന് ഒരു എളുപ്പപ്പണിയുണ്ട്, നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായൊരു മാർഗ്ഗമുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇനി നമുക്ക് ഈ ടാൻ എവിടെയാണ് ഉപയോഗിക്കേണ്ടി വരിക അല്ലേ, അത് നമുക്ക് നോക്കണം അല്ലേ. ഇതെവിടെയാണ് നമുക്ക് ഇത് ഉപയോഗം വരുന്നത്? അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്കൊരു സ്റ്റെയർ കേസിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അല്ലേ. ഇത് നിങ്ങൾക്ക് പടികൾ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഈ പടിയുടെ സ്റ്റെപ്പിൻ്റെ വീതി നമുക്ക് തന്നിട്ടുണ്ട് 20 സെൻറ്റിമീറ്റർ. പിന്നെയോ ഈ ഫ്ലോർ അല്ലേ, ഫ്ലോറുമായിട്ടുള്ള ഇതിൻ്റെ ഈ ചെരിവ്, ഈ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 35 ഡിഗ്രി. ഓക്കെ, ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇതിൻ്റെ ഈ 3ാമത്തെ പടി, അതായത് ഈ പടി അല്ലേ, ഈ പടി ഈ ഫ്ലോറിൽ നിന്ന് എത്ര ഉയരത്തിലാണ്? ഇതാണ് നാം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഹൈറ്റ്, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഹൈറ്റ് അല്ലേ, ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ വീതി 20 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ വീതി സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ 20, 20, 20 അല്ലേ. അതായത് ഇതേ വീതി തന്നെ ആയിരിക്കും ഇങ്ങോട്ടുണ്ടാവും അല്ലേ. അപ്പോൾ മൊത്തം എത്ര വരും? ഇവിടെ 20, ഇതും 20, ഇതും 20 അല്ലേ, ഈ വീതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ മൊത്തം എത്ര വന്നു? 60. അപ്പോൾ ഇത് 60 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇത് നമുക്ക് കിട്ടി. ഇനി ഈ ആംഗിൾ കിട്ടിയല്ലോ, 35 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലേ. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഈ നീളമാണ് അല്ലേ, ഈ ഉയരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതായത് ലംബമായ ദൂരം. അപ്പോൾ നമുക്കറിയാം ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് 90 ഡിഗ്രി, ഈ ആംഗിൾ നമുക്കറിയാം 35. ഇനി നമ്മളൊന്ന് നോക്കിയേ, ഇത് 35, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ കിടക്കുന്നത് അല്ലേ. ഓക്കെ, ഇതിൻ്റെ അഡ്ജസ്റ്റൻറ്റ് സൈഡ് നമുക്കറിയാം. അപ്പോൾ അഡ്ജസ്റ്റൻറ്റ് സൈഡ് അറിയാം, ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഉടനടി എന്ത് എഴുതാം നമുക്ക്? ഓപ്പോസിറ്റും അഡ്ജസ്റ്റൻറ്റും വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എഴുതാം എന്ത്? ടാൻ അല്ലേ. അപ്പോൾ എഴുതാം ടാൻ. ടാൻ എത്രയാണ്? ടാൻ 35. 35 ഡിഗ്രിയുടെ ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ് അല്ലേ. ഇപ്പോൾ നമുക്ക് ഇതിനൊരു പേര് കൊടുക്കുകയാണെങ്കിൽ ABC എന്ന് കൊടുത്ത് വിചാരിക്കുക. ABC, അതായത് BC, ഓപ്പോസിറ്റ് സൈഡ് BC ബൈ AB. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ടേബിൾ നോക്കി ടാൻ 35ൻ്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കുക. ടാൻ 35 എന്ന് പറഞ്ഞാൽ 0.7002. ഇതാണ് ടാൻ 35 ഈക്വൽ ടു BC അല്ലേ. BC നമുക്ക് കണ്ടുപിടിക്കണം. BC ബൈ AB. ABയുടെ നീളം നമുക്കറിയാം 60. അങ്ങനെയാണ് BC എന്ത് വരും? BC ഈക്വൽ ടു ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ അല്ലേ. BC ഈക്വൽ ടു 60 ഇൻറ്റു 0.7002. അപ്പോൾ ഏറെക്കുറത്ത് വരും ഇവിടെ 002 അല്ല. അപ്പോൾ 6 42. അപ്പോൾ നമുക്കിവിടെ കിട്ടി 42 സെൻറ്റിമീറ്റർ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലാണ് നമുക്ക് എന്താവശ്യം വരാം? ടാൻ്റെ ആവശ്യം നമുക്ക് വരാം. അപ്പോൾ ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 121 1-2 ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നോക്കിയാൽ, വൺ ആംഗിൾ ഓഫ് എ റോംബസ് ഈസ് 50 ഡിഗ്രി ആൻഡ് ദി ഷോർട്ടർ ഡയഗണൽ ഈസ് 6 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? അതായത് ഒരു റോംബസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, സമഭുജ സമാന്തരികം അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ആംഗിൾ 50 ഡിഗ്രി ആണ്. അപ്പോൾ ഒരു ആംഗിൾ 50 ഡിഗ്രി അല്ലേ. അപ്പോൾ നമുക്ക് അത് മുമ്പേ അറിയാം 50 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് 2 ആംഗിൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒന്ന് 90 ഡിഗ്രിക്ക് മുകളിലായിരിക്കും, ഒന്ന് 90 ഡിഗ്രിക്ക് താഴെയായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് 50 ഡിഗ്രിയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ചെറിയ ആംഗിൾ അല്ലേ, ചെറിയ ആംഗിൾ നമുക്ക് ഇവിടെ 50 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതി 50 ഡിഗ്രി. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആൻഡ് ഷോർട്ടർ ഡയഗണൽ ഈസ് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഡയഗണൽ ഉണ്ടാവും അല്ലേ, 2 വികരണങ്ങൾ ഉണ്ടാവും. ഒന്ന് എന്തായിരിക്കും? ഒന്ന് നീളം കൂടുതലായിരിക്കും, ഒന്നിന് നീളം കുറവായിരിക്കും അല്ലേ. അപ്പോൾ അതിൽ ഏതാണ് തന്നിട്ടുള്ളത്? ഷോർട്ടർ ഡയഗണൽ, അതായത് നീളം കുറഞ്ഞ വികരണത്തിന് 6 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ നീളം. അപ്പോൾ ഇതാണ് 6 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഇത് 6 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ എത്ര? ഇതാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരു റോംബസിൻ്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഏരിയ, അതായത് പരപ്പളവ്. റോംബസിൻ്റെ പരപ്പളവ് എങ്ങനെ കാണാം? ഹാഫ് ഇൻറ്റു D1 D2, അതായത് 1/2 ഇൻറ്റു D1 ഇൻറ്റു D2 അല്ലേ. D1 എന്ന് പറഞ്ഞാൽ D1 D2 എന്ന് പറഞ്ഞാൽ 2 വികരണങ്ങൾ അല്ലേ. അപ്പോൾ അവ തമ്മിൽ ഗുണിച്ചിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ഏരിയ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വേണം? D1 അറിയണം, D2 അറിയണം. അതായത് 2 വികരണങ്ങളുടെയും നീളം നമുക്ക് കിട്ടിയാൽ മതി അല്ലേ. അപ്പോൾ നമ്മുടെ വിഷയം തീർന്നു.
പക്ഷേ ഇവിടെ നമുക്ക് ഒരു വികരണത്തിന്റെ നീളം അറിയാം എത്രയാണ് 6 സെന്റിമീറ്റർ അല്ലെ. ചെറിയ വികരണത്തിന്റെ നീളം 6 സെന്റിമീറ്റർ. അപ്പോൾ നാം എന്ത് കണ്ടാൽ മതി? നമുക്ക് വലിയ വികരണത്തിന്റെ നീളം നമ്മൾക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണ്? നമുക്കറിയാം ഒരു റോംബസിന്റെ വികരണങ്ങൾ പരസ്പരം എന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്യും അല്ലെ. ആ ബൈസെക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അത് 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. അപ്പൊ ഈ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? ഈ ബൈസെക്ട് ചെയ്യുന്ന ആംഗിളുകൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും ബൈസെക്ട് ചെയ്യുക, അതായത് സമഭാഗം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതി വയ്ക്കുക. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ഇതെടുക്കാം, ഈ ഒരു ട്രയാങ്കിൾ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 90 ഡിഗ്രി ആണല്ലോ, ഇത് 50 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ഇത് ബൈസെക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഇത് 50 എന്നുള്ള എന്തായി മാറും? ഇതിന്റെ പകുതി അല്ലേ. ഇവിടെ 25 ഡിഗ്രി ആയി മാറി, അതായത് ഇത് 25 ഇവിടെ 25 അല്ലേ. അപ്പോൾ നമുക്ക് ഈ ചെറിയ ആംഗിൾ 25 ഡിഗ്രി, ഇത് ഇവിടെയും 25 ഡിഗ്രി അല്ലേ, മൊത്തം 50 ആണ്. ഓക്കെ, അപ്പോൾ അത് തീരുമാനമായി. ഇനി നോക്കിയേ, നമുക്ക് ഒരു ഡയഗണൽ, ചെറിയ ഡയഗണലിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? 6 സെന്റിമീറ്റർ അല്ലേ. 6 ആണെങ്കിൽ ഇതെന്താവും? സമഭാഗം ചെയ്യുന്നു അല്ലെ. സമഭാഗം ചെയ്യുമ്പോൾ ഇത് എത്ര വരും? ഇതും 3 സെന്റിമീറ്റർ. ഇവിടെ എത്ര വരും? ഇവിടെയും 3 സെന്റിമീറ്റർ അല്ലേ. അങ്ങനെ 3ഉം 3ഉം 6. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കണ്ടുപിടിക്കേണ്ടത് ഈ വികരണത്തിന്റെ നീളമാണ് അല്ലെ. ഇതിന്റെ നീളം കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണി ചെയ്യാം. ഇതിനൊരു പേരുകൾ കൊടുക്കാം. അപ്പോൾ എളുപ്പമാണ്. ABCD എന്ന് കൊടുത്തു അല്ലെ. ഈ പോയിന്റ് നമുക്ക് O എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ട്രയാങ്കിൾ AOB എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലെ, മട്ടത്രികോണാണ്. അപ്പൊ അതിൽ ഒരു ആംഗിൾ നമുക്കറിയാം 25 ഡിഗ്രി അല്ലെ. അപ്പൊ ഈ ആംഗിൾ അറിയാം. ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള വശത്തിന്റെ നീളം നമുക്കറിയാം 3 സെന്റിമീറ്റർ അല്ലെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടതോ ഈ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന്റെ പകുതിയാണ് AO എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇത്ര നീളം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ്? ഈ ആംഗിളിന്റെ സമീപവശം, അതായത് അഡ്ജസന്റ് സൈഡാണ് AO എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയേ, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇത്, ഇതിന്റെ അഡ്ജസന്റ് സൈഡ് ഇത് അല്ലെ. അപ്പൊ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും തമ്മിലുള്ള ബന്ധം എന്താണ്? tan അല്ലെ. അപ്പൊ നമുക്ക് ഉടനടി എഴുതാം tan എത്രയാണ്? 25. അപ്പൊ tan 25 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് OB അല്ലെങ്കിൽ BO ബൈ ഇതിന്റെ അഡ്ജസന്റ് സൈഡ് AO. അപ്പൊ tan 25 is equal to BO by AO. ഇനി നമ്മുടെ ടേബിളിൽ നോക്കി tan 25 വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച എത്രയാണ്? 0.4663 അല്ലെ. ഇതാണ് tan 25 വാല്യൂ. ഈക്വൽ ടു BO അല്ലെ. BO നമുക്കറിയാം എത്രയാണ്? 3 സെന്റിമീറ്റർ. അപ്പൊ 3 ബൈ AO നമ്മൾ കണ്ടുപിടിക്കണം. AO അങ്ങനെയാണെങ്കിൽ AO എത്ര വരും? AO is equal to, നമുക്ക് ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പൊ നമുക്ക് നോക്കിയാൽ എന്ത് വരും? AO ഇൻറ്റു ഇത്. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം, AO ഇൻറ്റു 0.4663 സീക്വൽ ടു അല്ലേ. ക്രോസ് ചെയ്യുമ്പോൾ ഇതെന്ത് വരും? 3 × 1 ആയി 3. അതിൽ നിന്ന് AO കണ്ടുപിടിക്കാലോ. AO is equal to 3 ബൈ 0.4663. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കി വെക്കാം. നോക്കി ഇവിടെ 3 ആണ് അല്ലേ. 1, 2, 3 സ്ഥാനങ്ങൾ ഇവിടെ 3 ആണ്. അപ്പോൾ നമുക്ക് തൽക്കാലം 3 ഒഴിവാക്കാം. അപ്പോൾ എന്ത് വരും? 3 ബൈ 0.466 അത്ര എടുത്താൽ മതി. ഇനി നമുക്ക് ഈ പോയിന്റുകളെ എന്ത് വേണം? 1, 2, 3 സ്ഥാനം അല്ലേ. 3 0, അതായത് 1000 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമ്മൾ ഇതിനെയും 1000 കൊണ്ട് ഗുണിച്ചു, ഇതിനെയും നമ്മൾ 1000 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3000 ബൈ 466 എന്ന് കിട്ടി. അപ്പം നമുക്കിവിടുന്ന് ഹരിച്ചു നോക്കാം അല്ലേ. വേഗം ഹരിക്കാം. 3000 ഹരിക്കണം എത്രയാണ്? 466. അപ്പോൾ നോക്കിയാൽ 3, 30, 300 ഇതിലൊന്നും പോയില്ല. പിന്നെ 3000 അല്ലേ, അതിൽ പോലെ എത്ര വരും? 6, 4, 24, 7, 4, 28 അല്ലേ. പക്ഷേ ഇവിടെ 66 ഉണ്ട്, അതുകൊണ്ട് നമുക്ക് 7 പ്രാവശ്യം പോവില്ല. ബാക്കി 6 ആയിരിക്കും. 6. അപ്പോൾ എത്ര വരും? 6, 6, 36, 6 ബാക്കി 3, 6, 6, 36, 39, 3, 6, 4, 24, 3, 27. ഓക്കെ, ഇനി 4, 0, 2 അല്ലേ, 204. ഇനി നമുക്ക് ഇറക്കിടാനില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു 0 ചേർത്ത് കൊടുത്തു, പോയിന്റ് ഇട്ടു. ഇനി ഇവിടെ 20, ഇവിടെ 4 അല്ലേ. അപ്പോൾ 4 × 4 16 അല്ലേ. അപ്പോൾ 4 പ്രാവശ്യം പോകുള്ളൂ. ഇവിടെ 66 ആയതുകൊണ്ട് 4 പ്രാവശ്യം പോകുള്ളൂ. അപ്പോൾ 4 × 6, 4, 24. ബാക്കി 2, 24, 2, 26, 2, 4, 4, 16, 2, 18. ഓക്കെ,
6 7 അല്ലേ 1 176. നമ്മൾ 0 ചേർത്ത് കൊടുത്തു. അപ്പോൾ എന്ത് വരും? 4 × 4 16 അല്ലേ? പക്ഷേ ഇവിടെ 66 ഉണ്ട്. അപ്പോൾ 4 × 3 12, 4 × 3 3ആയിരിക്കും വരാം. അപ്പോൾ 3 6 18, അതിന് 6 3 18 19, 1 4 3 12 1 13. എത്ര കിട്ടും? 2 6 അതിൽ പോയി കഴിഞ്ഞാൽ 3 അല്ലേ? 362. ഓക്കെ, നമുക്ക് തൽക്കാലം അത്ര മതി. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 6.43 അല്ലേ? അത്ര സെൻറ്റിമീറ്ററാണ് എന്ത് AO. AO എന്ന് പറഞ്ഞാൽ ഇത്രയും നീളം നമുക്ക് കിട്ടിയിട്ടുള്ളൂ അല്ലേ? നമുക്ക് മുഴുവൻ ഈ ഡയഗണലിൻ്റെ നീളം കിട്ടുന്നത് AC വേണം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? AC കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ 2 കൊണ്ട് ഗുണിക്കണം അല്ലേ? അപ്പോൾ ഡയഗണൽ അല്ലെങ്കിൽ AC എന്ത് വരും? 2 × 6.43 ഈക്വൽ ടു 2 × 3 6 4 8 12 അല്ലേ? 12. അപ്പോൾ എത്ര കിട്ടും? 12.86 സെൻറ്റിമീറ്റർ ആണ് AC. അപ്പോൾ ഇത് നമുക്ക് ഏരിയ ആണല്ലോ. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് D1 കിട്ടും അല്ലേ? ഹാഫ് ഇൻറ്റു D1 നമുക്ക് 6 തന്നിട്ടുണ്ട് അല്ലേ? ഒരു ഡയഗണലിൽ 6 ഇൻറ്റു D2 എത്രയാണ്? 12.86. നമുക്ക് നോക്കിയാൽ 2 6 ക്യാൻസൽ ചെയ്ത് എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. ബാക്കി എന്ത് വരും? 3 × 12.86 അല്ലേ? അപ്പോൾ 6 3 18, ബാക്കി 1 8 24 1 25, 2 2 6 2 8 3 അല്ലേ? 3 2 സ്ഥാനത്തേക്ക് പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ 38.58 ഏരിയ ആണ് സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. ഇവിടെ നമുക്ക് ഒരു ലാഡർ അല്ലേ, ഒരു ഏണി എന്ത് ചെയ്തു? ഒരു ചുമരുമേൽ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നു. ഓക്കെ, എങ്ങനെയാണ് ചാരി വെച്ചിരിക്കുന്നത്? 2 meters away from the wall. അതായത് ഇത് ഈ ചുമരുമേലാണ് ചാരി വെച്ചിരിക്കുന്നത് ഈ ലാഡർ അല്ലേ? അത് ഇവിടെ നിന്ന് ചുമരിൽ നിന്ന് എത്ര മീറ്റർ അകലെയാണ് ഇതിന്റെ അടിഭാഗമുള്ളത്? 2 മീറ്റർ അല്ലേ? 2 മീറ്റർ അകലത്തിലാണ്. അതായത് ഈ അളവ് നമുക്ക് തന്നിട്ടുണ്ട് 2 മീറ്റർ. അപ്പൊ 2 മീറ്റർ അകലത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഈ ചുമരുമ്മൽ ഈ ലാഡർ ചാരി വെച്ചിരിക്കുന്നു. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദി ആംഗിൾ ബിറ്റ്വീൻ ദി ലാഡർ ആൻഡ് ദി ഗ്രൗണ്ട് ഈസ് 40 degree. അതായത് ഈ ഗ്രൗണ്ടും അല്ലെ, ഇത് ഗ്രൗണ്ടും ഈ ലാഡറും തമ്മിലുള്ള ഈ ആംഗിൾ എത്രയാണ്? 40 degree ആണ്. അപ്പൊ ഈ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 40 degree. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൗ ഹൈ ഈസ് ദി ടോപ്പ് ഓഫ് ദി ലാഡർ ഫ്രം ദി ഗ്രൗണ്ട്? അതായത് ഈ ലാഡറിന്റെ മുകൾ ഭാഗം അല്ലെ, ഈ ലാഡറിന്റെ മുകൾ ഭാഗം ഈ തറയിൽ നിന്ന് എത്ര ദൂരത്തിലാണ് ഉള്ളത്? അതായത് ഇവിടെ നിന്ന് ഈ ലാഡറിന്റെ അറ്റം അല്ലെ, ഈ മുകൾ ഭാഗം എത്ര ദൂരെയാണ്? അതായത് ഈ അകലമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ചോദ്യം വലിയ ചോദ്യമാണെങ്കിലും ഉത്തരം വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിയാൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു ABC നമുക്ക് പേര് കൊടുക്കാം. ഓക്കെ, ABC നമ്മൾ പേര് കൊടുത്തു. ഇനി ഇവിടെ നോക്കിയാൽ 40 degree അല്ലെ, ഈ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് കുത്തനെ ആയിരിക്കും അല്ലെ, അതായത് ഇത് 90 degree. ഓക്കെ, ഇത് 40 degree നമുക്കറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെ, ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഇതിന്റെ ഈ 2 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ അഡ്ജസന്റ് സൈഡ് അല്ലെ, സമീപവശം നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ എതിർവശം നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ സമീപവശം എതിർവശം എന്ന് കേട്ടാൽ ഉടനെ എന്ത് ചെയ്യണം? tan 40. tan 40 എന്ന് പറഞ്ഞാൽ എന്താണ്? എതിർവശം ബൈ സമീപവശം അല്ലെ. അപ്പൊ ഇവിടെ BC ഓപ്പോസിറ്റ് സൈഡ് BC ബൈ സമീപവശം അഡ്ജസന്റ് സൈഡ് AB. ഓക്കെ, ഇനി tan 40 വാല്യൂ എത്രയാണ്? ആ ടേബിൾ ഉണ്ടാവും. tan 40 വാല്യൂ 0.8391 അല്ലെ, 8391. ഇതാണ് tan 40 വാല്യൂ. ഈക്വൽ ടു BC നമുക്ക് കണ്ടുപിടിക്കണം. BC ബൈ AB നമുക്കറിയാം 2 മീറ്റർ. അതിനാണെങ്കിൽ എന്ത് വേണം? നമുക്ക് BC കണ്ടുപിടിക്കാം അല്ലേ. BC ഈക്വൽ ടു എന്ത് വരും? ക്രോസ് ചെയ്യാം അല്ലേ. 2 × 0.8391. എത്ര കിട്ടും? 2 18 ബാക്കി 1 6 3 7 16 അല്ലേ, 16. അപ്പോൾ നമ്മൾ 4 സ്ഥാനത്തേക്ക് 1 2 3 4 സ്ഥാനം നീക്കിയിടുമ്പോൾ 1.67 അല്ലേ. അപ്പോൾ 6നെ കുറച്ചുകൂടി നീക്കി എഴുതട്ടെ. 1.6782 അത്രയും മീറ്റർ ആയിരിക്കും ഈ ലാഡറിൻ്റെ നീളം. അപ്പോൾ വേണമെങ്കിൽ ലെങ്ത് ഓഫ് ലാഡർ അല്ല, അങ്ങനെ എഴുതാം. ലെങ്ത് ഓഫ് ലാഡർ അതായത് ഏണിയുടെ നീളം എത്രയാണ്? 1.678 അല്ലേ. ഇത് രണ്ടൊക്കെ ഒഴിവാക്കി കിട്ടോ, അത് നിങ്ങൾ സൗകര്യം പോലെ ചെയ്തോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അതിൽ ബാക്കി കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.